എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 9 ശ്ലോകം 5, 6, 7, 8, 9 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമംഗമാരൂഢമപായയൽസ്തനം സ്നേഹസ്നുതം സസ്മിതമിക്ഷതി മുഖം അതൃപ്തമുത്സൃജ്യ ജവേന സായയോ ഉത്സിച്യമാനേ പയസി ത്വധിശ്രിതേ. അങ്ങനെ മടിയിൽ കയറിയിരുന്ന് ആ സച്ചിദാനന്ദ കണ്ട പാലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. യശോദ സ്വയം മറന്ന് ആനന്ദം, സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുക. യശോദ എല്ലാം മറന്നു. ഇപ്പോഴോ ആ മുല കുടിക്കുമ്പോഴുള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ ഒരു അതിസുന്ദരമായൊരു മന്ദഹാസുണ്ട് കണ്ണന്റെ മുഖത്ത്. അത് നോക്കി അങ്ങനെ യശോദ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു സുന്ദര കുട്ടനാ എന്റെ കണ്ണൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉമ്മ വെക്കാൻ പറ്റണ്ടേ ഒക്കെ ഇത് പിടിച്ചോണ്ടിരിക്കല്ലേ. അങ്ങനെ ഉമ്മ വെച്ചോണ്ടിരിക്കണു. പതുക്കെ കടകോല് മാറ്റി കണ്ണനെ ഇങ്ങനെ ഉമ്മ വെച്ചോണ്ടിരിക്കുക. പെട്ടെന്നാണ് യശോദ ഒരു ശബ്ദം കേട്ടു. നല്ലൊരു വാസന വന്നു. അടുപ്പില് പാല് വീഴണത്. പാല് അടുപ്പത്ത് വെച്ചിരിക്കുകയായിരുന്നേ, വലിയ പാത്രത്തില്. അത് തിളച്ച് ഇത് കഴിയുമ്പോഴേക്കും പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും തിളച്ചു പോയി. ഉണ്ണി ഇവിടെ ഇരിക്കൂട്ടോ. പെട്ടെന്ന് കണ്ണനെ അങ്ങോട്ട് എടുത്ത് കുടിച്ചോണ്ടിരിക്കുകയാണ്. അത് മതിയായിട്ടില്ല, ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ കണ്ണനെ. ഇവിടെ വരും അമ്മ, ഇപ്പൊ വരാട്ടോ, പാല് തിളച്ചു പോയി, ഉണ്ണി ഇവിടെ ഇരിക്കും, ഇപ്പൊ വരാമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയി. ദേഷ്യം വന്നു. സഞ്ജാതകോപസ്ഫുരിതാരുണാധരം സന്ദശ്യദദ്ഭിർദധിമന്ധഭാജനം ഭിത്വാ മൃഷാശ്രുദൃഷദാശ്മനാരഹോ ജഘാസഹയ്യംഗവമന്തരം ഗത. അതോ പാലിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ്, തൃപ്തിയായിട്ടില്ല, അപ്പോഴാണ് അമ്മ തന്നെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയില്ലേ. ശരിക്ക് ദേഷ്യം വന്നു. അത് അഭിനയമല്ലാന്നാണ് വ്യാസ മഹർഷി പറയണത്. ദേഷ്യം സഹിക്കാൻ വയ്യാണ്ട് ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. പല്ലൊക്കെ അമർത്തി കടിച്ചു എന്നുള്ള പല്ല്, കുഞ്ഞു പല്ലുകള്. കണ്ണില് ശരിക്കും അതേവരെ കണ്ണൻ കരഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല എല്ലാവരും, പക്ഷെ ഇതില് ശരിക്ക് കരഞ്ഞു എന്നാ പറയണത്. ശരിക്ക് രണ്ട് കുഞ്ഞു കണ്ണിലും വെള്ളം നിറഞ്ഞു. അപ്പോഴാണ് അവിടെ നോക്കി എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ ചെറിയൊരു അമ്മിക്കല്ല്, ഒരു കല്ല് ഇരിക്കണ്ടായിരുന്നു. അതങ്ങോട്ട് എടുത്ത് പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പാത്രത്തിൽ അങ്ങോട്ട് ഒട്ടച്ചു പാത്രം. എന്നിട്ട് വേഗം പോയി അകത്ത് പോയിട്ട് ഉറിയുന്നു. കുറെ വെണ്ണയൊക്കെ അങ്ങോട്ട് എടുത്തു. തലേന്നാല് കടഞ്ഞെടുത്ത വെണ്ണ ഒരുക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല പുതുവെണ്ണ. വേഗം അതങ്ങോട്ട് എടുത്തുകൊണ്ട് ഒട്ടി. ഇതിപ്പോ കള്ളക്കരച്ചിലൊന്നുമല്ല, ശരിക്കുള്ള കരച്ചിലാണ് കരഞ്ഞതെന്നാണ് പറയണത്. അങ്ങനെ വെണ്ണയും എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയി കുരങ്ങന്മാർക്കും ഇവർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാണ്. കുറെ കഴിച്ചു വെണ്ണ. അത് കഴിഞ്ഞിട്ട് എല്ലാ പൂച്ചയ്ക്കും കുരങ്ങനും കാക്കയ്ക്കും ഒക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ. യശോദമ്മ വന്നപ്പോ കണ്ടു. ഉത്താര്യ ഗോപീ സുശ്രുതം പയപ്പുന പ്രവിശ്യ സംദൃശ്യ ച ദധ്യമത്രകം ഭഗ്നം വിലോക്യ സ്വസുതസ്യ കർമ്മതൽ ജഹാസതം ചാപിന തത്ര പശ്യതി. അടുപ്പിൽ വെച്ചുള്ള പാല് തിളച്ചു പാകം വന്നു എന്ന് അങ്ങോട്ട് മനസ്സിലായി. കണ്ടപ്പോ വേഗം അതെടുത്തു മാറ്റിവെച്ച് വേഗം വന്നു. ഉണ്ണിക്ക് മതിയായിട്ടില്ല എന്നുള്ളത് യശോദയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഓടി വന്നപ്പോ ഉണ്ണി അവിടെ കാണാനില്ല. തൈര് പാത്രമൊക്കെ ഇങ്ങനെ ഒടഞ്ഞു കിടക്കുന്നുണ്ട്. കുഞ്ഞി കാല് കാണാണ്ട്. ആ തൈര് കട്ട തൈരല്ലേ, അതിലിങ്ങനെ കുറെ കുഞ്ഞു കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് മനസ്സിലായി ഇത് ദേഷ്യം വന്നിട്ട് ചെയ്തത് തന്നെയാണ്. കണ്ണന്റെ കുസൃതി. കുറച്ച് ചിരിയും വന്നു യശോദയ്ക്ക്. ദേഷ്യം വരുന്നുണ്ട്, വികൃതി കണ്ടിട്ടുള്ള ചിരിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഭാവം. എവിടെയാ നിക്കണേന്ന് അറിയാന്ന് വിചാരിച്ചിട്ട് നോക്കി. പതുക്കെ ചെന്ന് നോക്കിയപ്പോഴേ കണ്ടു. ഉലൂഖലാംഗ്രേരുപരി വ്യവസ്ഥിതം മർക്കായ കാമം ദദതം ശിജിസ്ഥിതം ഹയ്യംഗവം ചൗര്യവിശങ്കിതക്ഷണം നിരീക്ഷ്യ പശ്ചാൽ സുതമാഗമശനൈഹി. ആ ഉറിയിൽ വെച്ചിരിക്കുന്ന തലേനാളത്തെ വെണ്ണയൊക്കെ എടുത്തിട്ട് ഓണം കഴിച്ചിട്ട് ആ ഉറിയോടുകൂടി തന്നെ അടുത്തോണ്ട് പോയിരിക്കണത്. എന്നിട്ട് ഒരു ഒരലുണ്ട് അവിടെ പുറത്ത്. ആ ഒരലിന്റെ കുഴിയില് ഈ വെണ്ണ വെച്ചു. കുറെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അതിൽ വെച്ചു. എന്നിട്ട് അപ്പോഴേക്കും വന്നു കൂട്ടുകാരെ, കുരങ്ങനും പൂച്ചകളും ഒക്കെ. എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക.
വെണ്ണ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്, അമ്മ വരുന്നുണ്ടോ, അമ്മ വന്നാന്ന് അടി ഉറപ്പാണ്. അടിയില്ല, അങ്ങനെ അമ്മ അടിക്കൊന്നുമില്ല, അതേവരെ അടിച്ചിട്ടില്ല. അമ്മയ്ക്ക് ദേഷ്യം വരുമല്ലോ, അപ്പൊ വരണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സുന്ദരമായ മുഖം കൊണ്ട്. അങ്ങനെ ഉള്ള കുട്ടനെ ഉണ്ണിയെ യശോദ കണ്ടു. തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോ കണ്ടില്ല, പിന്നെ കൂടെ പതുക്കെ ചെന്നു. ഇപ്പൊ അമ്മ വരണ കണ്ട ഓടിപ്പോവില്ലേ, അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ച പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ യശോദ പിന്നെ കൂടെ അങ്ങോട്ട് ചെന്നു അടുത്തെത്തി. കാമാത്തയഷ്ടിം പ്രസമീക്ഷ്യ സത്വര തതോവരുഹ്യാവസസാര ഭീതവൽ ഗോപ്യ അന്വധാവൻ നയമാപയോഗിനാം ക്ഷമം പ്രവേട്ടും തപസേരിതം മന. ഇതിലൊരു വടിയുണ്ട് അമ്മയുടെ, അതൊട്ടും വിചാരിച്ചില്ല ഉണ്ണി. ഒരു ഭയപ്പെട്ടവനെ പോലെ, ഭയമൊന്നുമില്ല, എങ്കിലും ഭയം ഭാവിച്ചുകൊണ്ട് ഒരലിൽ നിന്ന് ചൊരൊറ്റ ചാട്ടം ഓട്ടി. അമ്മയ്ക്ക് അത്ര സ്നേഹം കണ്ട അടിക്കില്ല എന്നറിയാം, ശിക്ഷിക്കൊന്നുമില്ല. എങ്കിലും അമ്മ അറിഞ്ഞോട്ടെ, എനിക്ക് പേടിയുണ്ട്, ഞാൻ പേടിച്ചോടാണെന്ന്. അപ്പൊ അമ്മയെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി. യശോദ പിന്നാലെ ഓടുകയാണ് ആ സച്ചിദാനന്ദ ബ്രഹ്മത്തിനെ കിട്ടാൻ വേണ്ടി. താപസന്മാര് തപസ്സുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്നതും ഭഗവാനിൽ തന്നെ ആ ഹൃദയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യോഗിമാര് വളരെ ശ്രമിക്കണം. അങ്ങനെ യോഗ്യതയുള്ളതായ യോഗികളുടെ മനസ്സുകൂടി പിടികൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ സച്ചിദാനന്ദ ബ്രഹ്മത്തിനെ, ആ പരമാത്മസ്വരൂപിനെ, തപസ്സുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്നതും ഭഗവാനെ തന്നെ എപ്പോഴും ധ്യാനിക്കാനും യോഗ്യതയുള്ളവരുമായിട്ടുള്ള യോഗീശ്വരന്മാരുടെ മനസ്സുകൂടി യാതൊരു ഭഗവാനെ പ്രാപിക്കാതിരിക്കുന്നുവോ ആ പരമാത്മസ്വരൂപനെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണുകയാണ് യശോദ അല്ലെ. ആ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ട് കൈകൊണ്ട് പിടിക്കാനായി പിന്നാലെ ഓടിയിട്ടുള്ള ആ യശോദയുടെ ഭാഗ്യം, എന്തൊരു ഭാഗ്യാണ് യശോദ ചെയ്തത്. എന്റെ തപം ചെയ്തന്നെ യശോദ യശോദ. അത്രയും ഭാഗ്യാണ് യശോദയ്ക്ക്. എത്ര തപസ്സാണ് മുൻ ജന്മത്തിലെ യശോദ ചെയ്തിട്ടുണ്ടാവുക. അതാണ് കവി പറയണത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. കള്ളനെ വിരലിൽ കെട്ടിയിടാനായിട്ട് യശോദ ശ്രമിക്കണം, ശിക്ഷ കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പേടിച്ച് കണ്ണില് വെള്ളം നിറഞ്ഞ് ആ കൺമഷിയൊക്കെ പരന്ന് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.